ദിയ കൃഷ്ണ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ക്രൂഷ്യലായി നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ പ്രതികളായ 3 സ്ത്രീകൾ ഇറക്കിയ ജാതിക്കാടിനെ കുറിച്ച്. നോക്കൂ, അവർക്കെതിരെ ഈ പ്രതികളായ ഈ 3 സ്ത്രീകൾ നടത്തിയ ക്രൈം, അതൊരു ക്രിമിനൽ ഒഫൻസിന് തെളിയിക്കുന്ന ഒരുപാട് രേഖകൾ, അത് അവർ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ തെളിവുകൾ, ഇവർ ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ ബാങ്ക് രേഖകൾ, ഇവരുടെ കടയിൽ നിന്ന് ഇവർ ട്രാൻസാക്ഷൻസ് നടത്തി ഇവരുടെ QR കോഡ് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ CCTV ഫുട്ടേജുകൾ അടക്കം പൂർണ്ണമായും അർത്ഥത്തിൽ ഈ 3 പേരും ചീറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്നതിനെ തെളിയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും രക്ഷപ്പെടാൻ വേണ്ടി ഇവർ എടുത്തു പ്രയോഗിച്ച ഒന്നായിരുന്നു ജാതിക്കാട്. നിങ്ങൾ മുക്കുവ സ്ത്രീകളല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണകുമാർ ആക്ഷേപിച്ചു എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, പോലീസ് ഇതിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. നമുക്കറിയാം, ഈ ജാതി വിളിച്ച് അധിക്ഷേപിക്കുന്ന എന്ന് പറയുന്ന ക്രൈം, അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. പോലീസ് അങ്ങനെ ഒരു കേസ് എടുക്കുന്ന, അല്ലെങ്കിൽ അത് FIRൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി വരുന്നു. ഇത് നമ്മൾ മറുനാടൻ ഫ്ലോറിലിരുന്ന് സംസാരിക്കും, ഇതിന് കുറച്ചുകൂടി പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ശ്രീനിജൻ MLA മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയക്കെതിരെയും ഇങ്ങനെയൊരു കള്ളക്കേസ് കൊടുത്തിരുന്നു. മറുനാടൻ മലയാളിയിൽ അദ്ദേഹം ചെയ്ത വീഡിയോ, PV ശ്രീനിജനെ നിശിതമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ചെയ്ത വീഡിയോയിൽ തനിക്ക് എതിരെ ഷാജൻ സ്കറിയ താനൊരു ST വിഭാഗത്തിൽപ്പെടുന്ന, SC ST വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ്, പട്ടികജാതി വർഗത്തിൽപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തതെന്നും തന്നെ ജാതിപരമായി അധിക്ഷേപിച്ചു എന്നും കാണിച്ചുകൊണ്ട് PV ശ്രീനിജൻ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളിയുടെ എഡിറ്റർക്ക് ഒളിവിൽ പോകേണ്ടി വരുന്നു, കേസുകൾ നടത്തേണ്ടി വരുന്നു, റെയ്ഡുകൾ നടത്തുന്നു ഓഫീസിൽ നിറയെ. ഏറ്റവും ഒടുക്കം സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സംഭവമോ PV ശ്രീനിജനെ ജാതിപരമായി അധിക്ഷേപിക്കുന്ന ഒരു കാര്യവും ഷാജൻ സ്കറിയ ചെയ്തിട്ടില്ലെന്ന് സുപ്രീം കോടതിയിൽ തെളിയിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. നോക്കൂ ശരത്, ഏറ്റവും അധികം ഞാൻ പറയുന്നത് SC ST അട്രോസിറ്റീസ് ആക്ട്, അല്ലെങ്കിൽ SC STകളെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അവരെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാവേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അതിനകത്തൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല. പക്ഷേ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ജാതിക്കാട് ഇറക്കി രക്ഷപ്പെടാനുള്ള ശ്രമം, അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ എതിർക്കണം. ഒന്ന്, അത് പൂർണ്ണമായ അർത്ഥത്തിൽ നിയമത്തിന് മുന്നിൽ അത് ക്രൈമാണെങ്കിൽ ക്രൈമായി തന്നെ തെളിയിക്കപ്പെടണം. 2, ഇതിനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആരെയാണോ സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കുന്നത്, അതിൻ്റെ പേരിൽ, അതിൻ്റെ മറവിൽ ക്രൈം ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങി വരുന്നില്ലേ ശരത്, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ? മനുജ പറഞ്ഞിടത്തുനിന്ന് തന്നെ തുടങ്ങാം. അതായത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അതായത് നമ്മുടെ ഓഫീസിനെ മൊത്തത്തിൽ ബാധിച്ചൊരു വിഷയമായിരുന്നു ആ ഒരു ശ്രീനിജൻ കൊടുത്ത കേസിൽ ഷാജൻ സ്കറിയക്കെതിരെ നടത്തിയ നായാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പോലീസ് കയറി ഇറങ്ങി നമ്മുടെ ഓഫീസിനെ എല്ലാം, നമുക്കറിയാം അന്ന് ലോക്കാക്കുന്നൊരവസ്ഥ, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, നമ്മുടെ കമ്പ്യൂട്ടറുകൾ പോകുന്നു, നമ്മുടെ ജീവനക്കാരുടെ വീടുകളിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു വലിയ കേസ് വരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ചീഫ് എഡിറ്റർ എടുത്തൊരു നിലപാട്, അതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് കാരണം ഒരുപാട് നിയമ വിദ്യാർത്ഥികൾക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഷാജൻ സ്കറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ ഒരു ഇതാണ് ഇപ്പോൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇത്തരം ഇളവുകളിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം വരുന്നു. എന്തായാലും അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ ഇനി കൃഷ്ണകുമാറിന്റെ വിഷയത്തിലേക്ക് വരേണ്ടത്. ഇവരുടെ കള്ളിയെല്ലാം വിളിച്ചത്, അതായത് ഇപ്പം തെളിവുകൾ സഹിതം എല്ലാം ഇവിടെ കൃത്യമായിട്ട് വരുന്നു. അപ്പോൾ അവരെടുത്തത് ജാതീയമായി അല്ലെങ്കിൽ സ്ത്രീപക്ഷ കാർഡിറക്കി അതിനെ നേരിടുക എന്നുള്ളത്, അത് കേരളത്തിൽ വിറ്റുപോകുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇവിടെ വേടൻ വിഷയത്തിലും വിനായകൻ വിഷയത്തിലും നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇവിടെ ഇന്നലെ അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യം കണ്ടായിരുന്നു. വേടനെ ഇപ്പം വിനായകനാണെങ്കിൽ കഴിവ് കൊണ്ട് അദ്ദേഹം ശ്രദ്ധ ആകർഷിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം തുണിപൊക്കി കാട്ടിയും ചീത്ത വിളിച്ചും അതെല്ലാം നശിപ്പിച്ചു, അവിടെ ജാതിക്കാട് ഇറക്കി. അതുപോലെ തന്നെയാണ് വേടൻ, അദ്ദേഹം കഴിവ് കൊണ്ട് കയറി, അതായത് പാട്ടുപാടി ആളുകളെ കയ്യിലെടുത്തു. പക്ഷെ കഞ്ചാവ് കേസിനാണ് അവിടെ പിടിച്ചത്, അവിടെയും ജാതിക്കാട് ഇറക്കി, നിറത്തിന്റെ പേരിൽ ഇറക്കി, അവിടെയും ഇളവുകൾ നേടി. ശ്രീനിജന്റെ വിഷയം അത് തന്നെയാണ്, ഒരു ആരോപണം, അതായത് അദ്ദേഹത്തിനെതിരെ തെളിവുകൾ സഹിതമുള്ള ഒരു കാര്യം നമ്മുടെ ചീഫ് എഡിറ്റർ ഇവിടെ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു, ഒരു രക്ഷയുമില്ല. അപ്പോൾ സംഘമായി ചേർന്ന് PV അൻവർ അടക്കം അതിന് പിന്നാലെ ഉണ്ടായിരുന്നു, അവരടക്കം ചേർന്ന് കുടുക്കിയത് ജാതിക്കാരന് വെച്ച്. അപ്പോൾ ഇവിടെ എത്രത്തോളം ജാതിക്കാരുടെ, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നിയമങ്ങൾക്കും അപ്പുറം ജാതിക്കാട് ഇറക്കിയാൽ ഇവിടെ എത്രമാത്രം വിറ്റ് പോകും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് കൃഷ്ണകുമാർ വിഷയത്തിൽ ഉണ്ടായത്. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൃഷ്ണകുമാറിന് സ്വന്തമായി ഈ ദിയയ്ക്ക് ഒരു ആൺകുട്ടിയാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കുക. പീഡനത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞ് മറ്റൊരു കേസ് അവിടെ പെൺകുട്ടികളായത് കൃഷ്ണകുമാറിന് അത്രയും ഭാഗ്യമായെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കാര്യം കൂടെയുണ്ട്. അവിടെ ഇല്ലാത്ത കൃഷ്ണകുമാറിനെ വലിച്ചിടയ്ക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു, ലൈംഗിക ചുവയോടെ സംസാരിച്ചു, വസ്ത്രം പിടിച്ചു വലിച്ചു, അങ്ങനെയുള്ള ഒരു രീതി കൊണ്ടുവരുന്നു. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് പറയുമ്പോൾ ഇതിന്റെയൊക്കെ കൃഷ്ണകുമാർ പറയുന്നത് പോലെ തന്നെ നമ്മൾ ചോദിക്കുകയാണ്, തെളിവുകൾ എവിടെ? ഇവർ തെളിവുകൾ കാണിക്കട്ടെ.
എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവുകൾ കാണിക്കട്ടെ. തെളിവുകൾ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ CCTVയും സ്വന്തമായിട്ട് ഫോണും എല്ലാം ഉള്ള കാലമാണല്ലോ. അവർ തെളിവുകൾ കാണിക്കട്ടെ, അല്ലെങ്കിൽ ഫോൺ സംഭാഷണങ്ങൾ എടുക്കട്ടെ. അതിൽ ഏതെങ്കിലും ഒരു പരാമർശം ഇത്തരത്തിൽ പറയുന്നു, ജാതീയമായി അധിക്ഷേപിച്ചതോ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതോ ലൈംഗിക ചുവയോടെ സംസാരിച്ചതോ ഉള്ള ഒരു തെളിവ് കാണിക്കട്ടെ ഇവർ, എന്നാണ് നമുക്ക് പറയാം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, സ്ത്രീകൾക്ക് വാക്കാൽ കംപ്ലൈന്റ് കൊടുത്താൽ അത് നിലനിൽക്കും. പുരുഷന്മാർക്കല്ല, സ്ത്രീകൾക്കുള്ള ഇളവാണ്. 498 എങ്ങനെയാണെന്ന് തോന്നുന്നു. നിയമം അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. അതായത് സ്ത്രീകൾ അവർക്ക് വാക്കാൽ പറഞ്ഞാൽ മാത്രം മതി, തെളിവുകൾ അവിടെ വേണമെന്നില്ല, അത് പരാതി ഏറ്റെടുക്കും. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈക്വാലിറ്റി എന്ന് പറയുന്നത് തോട്ടിക്കളയണം. ഇവിടുത്തെ ഈ നിയമങ്ങൾ, ഇപ്പം സമത്വം എന്ന് പറയുന്ന കാര്യങ്ങൾ തോട്ടിക്കളയേണ്ട ഒരു അവസ്ഥയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴെങ്കിലും നമ്മൾ ഗുരുതരമായി സംസാരിക്കണം. ഇതുവഴി നമ്മൾ ഇവിടെ നടക്കുന്ന അനീതി എന്ന് തന്നെ പറയാം. ഇതാണ് അനീതി. റിസർവേഷന്റെ പേരിലോ അല്ലെങ്കിൽ സ്ത്രീത്വത്തിന്റെ പേരിലോ ഒന്നുമല്ല നമ്മൾ അത് കൃത്യമായിട്ട് സംസാരിക്കണം. റിസർവേഷൻ എന്താണ് വേണ്ടത്? ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളെ കുറച്ചുകൂടി സംരക്ഷിക്കണമെന്ന ആവശ്യം കൊണ്ടാണ് അതിൽ വരുന്നത്. പക്ഷെ അത് മിസ്യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ, അതായത് ഇപ്പം ഇത് അവകാശപ്പെട്ടവർക്ക് പോലും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്കാണ് ഇവരെ കൊണ്ട് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്, ഇപ്പം ചാനലുകാർ പോലും സംസാരിക്കാൻ പഠിക്കും. നമ്മൾ തന്നെ ഈ ഒരു വിഷയം എടുക്കും മുൻപ് തന്നെ ഒരു 100 വട്ടം സംസാരിച്ചു, ഇതിനി ഏത് രീതിയിൽ എത്തുന്നു. പക്ഷെ നമ്മൾ ഇതിനെ സംസാരിച്ചേ മതിയാകും. നമ്മളല്ലാതെ വേറെ ആരും ഇനി സംസാരിക്കുമെന്ന് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഇനി ജനകീയമായിട്ടേ കാര്യമുള്ളൂ. ഇത്തരം വിഷയങ്ങൾ ചർച്ചയാവേണ്ടതാണ്. ഇവിടെ സമത്വമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീ പുരുഷൻ തെറ്റുകാരിയാണോ അല്ലെങ്കിൽ തെറ്റുകാരനാണോ അവർ കുറ്റം അനുഭവിക്കണം. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കണം. അതാണ് വേണ്ടത്. അല്ലാണ്ട് ഇവിടെ നിന്ന് എല്ലാ വഴികളും അടയുമ്പോൾ അവിടെ ജാതി കാർഡ് കൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീത്വ കാർഡ് കൊണ്ടോ കൊണ്ടൊരു കാര്യമില്ല. ഇവിടെ നമ്മുടെ നിയമം എല്ലാവർക്കും തുല്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് മനസ്സിൽ. അതായത് ഇതിനകത്ത് ശരത് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ദിയയുടെ പ്രതികരണമാണ്. ശരത്, ദിയ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് അതെന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ്. അതായത് ജാതി കാർഡ് ഇറക്കിയല്ലോ ദിയ എന്ന്, അല്ലെങ്കിൽ ജാതി അധിക്ഷേപം നടത്തിയല്ലോ എന്ന് പറയുമ്പോൾ ദിയ പറഞ്ഞൊരു മറുപടി, എൻ്റെ അമ്മ ഈഴവയാണ്, എൻ്റെ അച്ഛൻ നായരാണ്, ഞാൻ വിവാഹം കഴിച്ചതൊരു ബ്രാഹ്മണയാണ്, അങ്ങനെ എൻ്റെ വയറ്റിൽ വളരുന്ന കുട്ടി അത് ഇതിൻ്റെ എല്ലാം മിക്സ്, അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാൽ ഞാൻ ഏത് ജാതിയിലാണ് വരുന്നത് എന്ന് ചോദിക്കുന്നൊരു ചോദ്യത്തിന് മുന്നിൽ സമൂഹത്തിന് മറുപടിയില്ല. അതായത് അവർ മക്കളെ ജാതിയിലോ മതത്തിലോ വിശ്വസിപ്പിക്കാൻ അങ്ങനെ ഒരു രീതിയിലൊന്നുമല്ല. കൃഷ്ണകുമാറെ വളരെ വ്യക്തമായി അറിയുന്നവർക്കറിയാം. അതായത് ജാതി നോക്കാതെ മതം നോക്കാതെ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് അവിടെയുള്ള അവരെല്ലാവരും തന്നെ. അങ്ങനെയുള്ള ആളുകൾക്ക് നേരെ തന്നെ നിർത്തിക്കൊണ്ട് ജാതി അധിക്ഷേപം നടത്തിയെന്ന് പറയുന്നത് ഏത് തരത്തിലിവിടെ പോലീസ്, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പോലീസിനെ നമ്മൾ പ്രതിക്കൂട്ടി നിർത്തി ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ശരത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് പറഞ്ഞാൽ മതി, വാക്കാൽ പറഞ്ഞാൽ മതി, എന്നെ ജാതിപരമായി അധിക്ഷേപിച്ചു എന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് പറഞ്ഞാൽ അത് കേസാവുന്ന ഒരു സിറ്റുവേഷനാണ്. സത്യത്തിലൊരു എന്താ പറയുന്നത്, സോക്കോൾഡ് ഒരു ബ്രൂട്ടൽ നിയമമാണ്. സത്യത്തിൽ അടിയന്തരാവസ്ഥക്കാലത്തെയൊക്കെ പോലത്തെ ഒരു നിയമവ്യവസ്ഥയാണ്. പക്ഷേ അതിൻ്റെ ഇപ്പുറവശത്ത് മറ്റൊരു റിയാലിറ്റി ഉണ്ട്. മധുവിൻ്റെ വിഷയം നമുക്കറിയാം, അല്ലെങ്കിൽ യുവാവിനെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി ജാതി എന്ന് പറയുന്നത് ആരും തൊടാൻ പേടിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അവർണ അല്ലെങ്കിൽ സോക്കോൾഡ് ഷെഡ്യൂൾഡ് കാസ്റ്റിലോ അല്ലെങ്കിൽ സോക്കോൾഡ് അവർണ വിഭാഗം, ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്ന ഈ സമൂഹത്തിലെ ടേമുകൾ ഉള്ളത് കൊണ്ടാണ്, വിഭാഗത്തിൽ വരുന്ന ആളുകളെയാണ് എങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പേടിക്കേണ്ടുന്ന അവസ്ഥ. ഇവരെപ്പോഴാണ് ഈ ജാതി കാർഡ് എടുത്ത് പ്രയോഗിക്കുന്ന ഒരു കാര്യം സിറ്റുവേഷൻ അവിടെ നിൽക്കുന്നത്? ഇപ്പോൾ വേടൻ വിഷയത്തിൽ തന്നെ എടുക്കുന്ന സമയത്ത് ഈ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന അയാൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് പിടിയിലാവുന്നത്. സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം വരുന്ന ചെറിയ കുട്ടികൾ മുതൽ യൂത്തിനെ മുഴുവൻ ആകർഷിക്കുന്ന ഒരു കൺസേർട്ടിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവരാൻ കേപ്പബിലിറ്റി ഉള്ള വേടനെ ഇവിടെയുള്ള സോക്കോൾഡ് ദളിത് ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റ്, ഞാൻ പറയുന്നത് സോക്കോൾഡ് ആയിട്ടുള്ള ഫെമിനിസ്റ്റുകളുമൊക്കെ സംസാരിച്ചത് ദളിതനായ വേടന് ഐക്യദാർഢ്യം എന്നാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. വേടന് ഐക്യദാർഢ്യം കൊടുക്കുന്നത് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് കൾച്ചറൽ ക്യാപിറ്റലിസം ഉണ്ടത്രേ. അതായത് അവർ സവർണ വിഭാഗത്തിലുള്ള ആളുകളായതുകൊണ്ട് സാംസ്കാരികപരമായി അവർക്ക് എന്തൊക്കെയോ അഡീഷണൽ ക്വാളിറ്റീസ് ഉണ്ട്. വേടനെയും വിനായകനെയൊക്കെ ആഘോഷിച്ചത് ഒരു വിഭാഗം ആളുകളല്ല, കേരളം മൊത്തമാണ്. ജാതി നോക്കിയിട്ടല്ല നമ്മൾ വേടനെ ഇഷ്ടപ്പെടുന്നത്. വേടന്റെ നമ്മൾ ഇതിനു മുൻപ് ഫോക്കസ് ഔട്ടിൽ സംസാരിച്ചതാണ്. വേടൻ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ, വേടൻ മുന്നോട്ട് വെക്കുന്ന നീ പാണനല്ല, പറയനല്ല, പുലയനല്ല, തമ്പുരാനാണെങ്കിൽ എനിക്കൊന്നുമല്ല എന്ന് പറയുന്ന ഇടത്ത് തന്നെ
ഇവിടെ ഒരു പ്രധാന പ്രശ്നം കിടക്കുന്നത് വേടൻ ഈ സമൂഹത്തിനെ വീണ്ടും വീണ്ടും ജാതി ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജാതി കാർഡ് ഇറക്കുന്നതിലൂടെ തന്നെ അവരെന്താ നമ്മൾ താഴ്ന്നവരാണ്, അവർ മേലാളരാണ് എന്ന് പറയാതെ പറയുകയല്ലേ ചെയ്യുന്നത്. അല്ല, അതിനകത്ത് എന്താണ് വിഷയം? ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം കൂടെ പറയാം ശരത്. അതായത് ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടുന്ന ഒരു ട്രോളാണ്. ദയവ് ചെയ്ത് അനാവശ്യമായി നിങ്ങൾ ജാതി കാർഡ് ഇറക്കരുത്. നാളെ ഒരു ഘട്ടത്തിൽ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിരിച്ചുവിടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ജാതി കാർഡ് ഇറക്കുമോ എന്ന് ഉടമസ്ഥന് പേടി വരും. അതുകൊണ്ട് അനാവശ്യമായി നിങ്ങൾ ജാതി കാർഡ് ഇറക്കരുത് എന്ന അർത്ഥത്തിലൊരു ട്രോൾ കണ്ടു. അതായത് ആളുകൾ പേടിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇനി ഇൻ കേസ് ഞാൻ പറയുന്നത് എൻ്റെ എല്ലാ തെളിവുകളും ദിയയ്ക്ക് അനുകൂലമാവുന്നു, ഏതെങ്കിലും ഒരു ശതമാനത്തിൽ ഈ 3 സ്ത്രീകൾ ശരിയാണെങ്കിൽ തന്നെ അത് പറയണം. നിങ്ങൾ ഇൻകം ടാക്സ് വെട്ടിക്കാനാണ് എൻ്റെ ഭാഗത്ത് ഞങ്ങൾ എങ്ങനെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്താണ്, ഞങ്ങൾ ദിയയ്ക്ക് പൈസ കൊടുത്താണെന്ന് ഇനി കള്ളത്തരമാണ് കൗണ്ടർ പെറ്റീഷൻ എങ്കിൽ പോലും അത് മാത്രം പറയണം. ഇത് കേരളത്തിന്റെ സാമൂഹിക ഞാൻ ഇന്നലെ 1-2 ഈ സോക്കോൾഡ് ദളിത് ആക്ടിവിസ്റ്റുകളുടെ പോസ്റ്റുകൾ കണ്ടു. നിങ്ങൾ സവർണരായതുകൊണ്ടാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുപോയി വിളിച്ചിരുത്തി പോലീസ് ഭാഷയിൽ ചോദ്യം ചെയ്തതെന്ന്. എന്തൊരു അധപ്പതനമാണെന്നാണ് ഞാൻ ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ എനിക്ക് ചോദിക്കാനുള്ളത്. അവർ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതെ പെൺകുട്ടികളെ രക്ഷിക്കാൻ നോക്കിയ ആക്ടിവിറ്റിനെയാണ് സവർണ മാടന്തിമാരിരുന്ന് ചോദ്യം ചെയ്തതാണെന്ന് പറഞ്ഞ രീതിയിൽ പറയുന്നത്. സത്യത്തിൽ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? അതായത് എപ്പോഴാണ് ഒരു കാര്യം സത്യസന്ധമാവുന്നത്? നമ്മൾ അതിൽ ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ശരിയാണെങ്കിൽ ശരിയാണെന്നും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുകയും വേണം. SC/ST അട്രോസിറ്റീസ് ആക്ടുകളൊക്കെ നിലനിൽക്കുന്നത് ആ സമൂഹത്തിന് ഉന്നമനത്തിന് വേണ്ടി അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. പക്ഷേ അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് ഇതിനെ ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ എക്സ്പോസ് ചെയ്ത് സമൂഹം ഒറ്റപ്പെടുത്തിയാൽ മാത്രമാണ് ഇതിലെ പുഴുക്കുത്തുകളൊക്കെ. പക്ഷേ മനോജ്, ഇതിനകത്ത് എനിക്കൊരു ആശ്വാസകരമായിട്ടൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു വിഷയം കൊണ്ട് തന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ദളിതൻ അങ്ങനെ ഞാൻ വിശ്വസിക്കില്ല, അവരുൾപ്പെടെയുള്ളവർ ഇവർക്കെതിരെ, അതായത് ഈ പരാതി പറഞ്ഞവർക്കെതിരെ രംഗത്തിറങ്ങുന്ന ഒരു ചരിത്രപരമായ ഒരു മാറ്റത്തിന്റെ ഒരു ഇതുകൂടെ ഞാൻ കാണുന്നുണ്ട്. അതായത് ഇന്നലെ തന്നെ ആ ഒരു വിഷയം തുടക്കം മുതൽ അറിയാവുന്നവർക്ക് അറിയാം എങ്ങനെയാണിത്. മാത്രമല്ല ഇതൊക്കെ ഇപ്പൊ ഞാൻ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നെ ചോദിച്ചു വന്നിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ എപ്പോഴും എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന് നിങ്ങൾക്ക് പേഴ്സണൽ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയുക. എപ്പോഴും ഇവിടെ ദളിതനാണ് മറ്റേ ഇതാണ് എന്നൊക്കെ പറയേണ്ട കാര്യമില്ലെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയുണ്ട്. ഇനിയുള്ള കാലത്ത് അവർ തന്നെ ഇവരുടെ തന്നെ ഒരു പോരാട്ടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വേണ്ടത് കാര്യം നേരത്തെ മനുഷ്യ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കൃത്യമായി നിലപാടുകൾ സംസാരിക്കട്ടെ. അതായത് ഇപ്പോൾ ഇതിനകത്തുള്ള എന്താണ് പ്രശ്നം, അതായത് ഇതിനകത്തുള്ള എന്താണ് പരാതി, അതാണ് സംസാരിക്കേണ്ടത്. അവിടെ ജാതി കയറി വരുമ്പോൾ പ്രശ്നമാകും. നാളെ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു കമ്പനിയിൽ എടുക്കുകയാണെങ്കിൽ, ഒരാളെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ തൊഴിലിടങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരാതി കണ്ടതാണ്, മേലുദ്യോഗസ്ഥൻ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത് സ്ഥിരം വാർത്തകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിന്റെ പിന്നാമ്പറം അന്വേഷിച്ച് പോയാൽ അതിന്റെ ഈ FIR എഴുതുന്ന പോലീസിനെ പോലെ അറിയായിരിക്കും അവിടെ കുറ്റക്കാരാരാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥിതി, അതുപോലെ സമൂഹം ആരോടൊപ്പം നിൽക്കും, സെന്റിമെന്റ്സ് ആരോടൊപ്പം നിൽക്കും, അതുകൊണ്ട് വിഷമപൂർവ്വം എഴുതേണ്ട അവസ്ഥകളായിരിക്കും ഓരോ പോലീസുകാരനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ അത് തന്നെയാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന ഇപ്പം കുടുംബ കോടതികളിൽ ഉണ്ടാകുന്ന ഡിവോഴ്സ് കേസുകൾ വരുന്നത് പോലും എപ്പോഴും പുരുഷന്മാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു വർഷത്തിൽ 48,000 സ്ത്രീകളാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ 1.25 ലക്ഷത്തോളം ആണുങ്ങളാണ് ഈ കുടുംബ കോടതികളിൽ അല്ലെങ്കിൽ ഈ ഡിവോഴ്സ് കേസുകൾ അല്ലെങ്കിൽ കുടുംബം നശിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സത്യം കൂടിയുണ്ട്. അതുകൂടി മനസ്സിലാക്കേണ്ടത്. നമ്മളപ്പോഴൊരു സ്ത്രീപക്ഷം മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ സ്ത്രീപക്ഷവും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ കുറെ റിസർവേഷനുകളുണ്ട്. അത് അനാവശ്യമായി ഇതിനകത്തൊരു ടോപ്പിക് ആകുമ്പോഴാണ് നമ്മുടെ മനുഷ്യപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത് വേണ്ടത്. അതായത് സ്ത്രീ എന്ന പുരുഷൻ, ഇപ്പം ഞാനും ശരത്തും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ സംസാരിക്കേണ്ട പ്രശ്നത്തെ കുറിച്ചായിരിക്കണം, അല്ലെ ശരത്ത് സംസാരിക്കേണ്ടത് നിയമം അതാണ് എക്സാക്ട്ലി അതാണ് പോയിന്റ്. അപ്പോൾ ആ പ്രശ്നത്തിന്റെ മെറിറ്റിൽ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് കൗണ്ടർ കേസ് വെക്കുന്ന സമയത്ത് പോലീസിന് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലായിരിക്കാം. പക്ഷെ ഇത് അന്യായമാണ്. ഇത് അന്യായമാണെന്ന് മാത്രമല്ല, ഞാൻ ഒരുപാട് പേരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന എല്ലാവരും ഈ പെൺകുട്ടികളെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. ശരത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മാറ്റമുണ്ട്. പക്ഷെ ഫേസ്ബുക്കിൽ കുറെ ഞാൻ അങ്ങനെ തന്നെ പറയും, സോക്കോൾഡ് ദളിത് ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ എല്ലാവരും തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ പെൺകുട്ടികളെ അതായത് തെറ്റ് ചെയ്താൽ അത് ഏത് ജാതിയിൽപ്പെട്ട ആൾ ചെയ്താലും അത് തെറ്റാണ് എന്ന് സമ്മതിക്കാൻ എന്താണ് ബുദ്ധിമുട്ടിരിക്കുന്നത്? അത് തെറ്റല്ലാതാകുമോ? 69 ലക്ഷം രൂപ ദിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സ്ഥാപനത്തിൽ നിന്ന് അടിച്ചു മാറ്റിയ, ആ തട്ടിപ്പറിച്ചെടുത്ത അല്ലെങ്കിൽ ഇത്രയും അധികം ഫ്രോഡ് കാണിച്ച
ആളുകളെ പിന്നെ കള്ളികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിയമത്തിന്റെ പരിധിയിൽ വരുമ്പോൾ ക്രിമിനൽസ് എന്നുള്ളത് എന്താണ് പറയേണ്ടത്? അവർ ഈ പറഞ്ഞ സോക്കോൾ ദളിത് കാറ്റഗറിയിൽ വരുന്നു, അതുകൊണ്ട് ഇവരെ അങ്ങ് വെറുതെ വിട്ടേക്കാം എന്നല്ലല്ലോ അതാണ് പറയേണ്ടത്. പ്രശ്നം പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ജാതി അധിക്ഷേപവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് ഒന്നും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ അളന്ന് മുറിച്ചും സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. പത്രമാധ്യമങ്ങൾക്ക് പോലും എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൈവിറയ്ക്കും. അതുള്ളതാണ്. പക്ഷെ നമ്മളിത് ഇനിയും വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ വിവാദങ്ങൾ, ഇത് അനാവശ്യമായിട്ട് അത് വലിച്ചിഴയ്ക്കും. ഇവരുടെ ഇത് റെഫറൻസ് വെച്ച് ഇനിയുള്ള കേസുകൾ മുന്നോട്ട് പോകും. ഇനി ഒരു പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, ഒരു മേലാളനെ ഒരു കീഴാളൻ കൊന്നു എന്ന് നമ്മൾ പറയുന്ന ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് വെച്ച് പറയാമല്ലോ, എന്നെ അധിക്ഷേപിച്ചു അതുകൊണ്ട് ചെയ്തു, എനിക്ക് നിയമത്തിന്റെ പരിരക്ഷ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര അനീതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എത്ര പേര് ഇനി കഞ്ചാവ് വലിക്കും, എത്ര പേര് പരസ്യമായിട്ട് തുണി പൊക്കി കാണിച്ച് വെള്ളം അടിച്ച് റോഡിൽ പോകുന്നവരെ ചീത്ത വിളിക്കും. ഇതൊക്കെ നമ്മൾ മാറ്റം കൊണ്ടുപോകും. ഇതൊക്കെ ഇപ്പൊ നമുക്ക് പറയുന്നത് സാമൂഹികമായിട്ട് അനീതി തന്നെയാണ്. അപ്പൊ അനീതി അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തുല്യത വരണം. തുല്യത എല്ലാവർക്കും ഒരുപോലെ വരണം. അങ്ങനെ ഒരു ചരിത്രപരമായ മാറ്റമാണ് നമ്മൾ ഇനി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാകട്ടെ നമ്മളൊരു വാദം, അല്ലേ? തീർച്ചയായിട്ടും.